ഹായ് ഗായ്സ്! പി.എസ്.സി പഠിച്ചു തുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ ഗ്യാപ്പുള്ളവർക്കൊക്കെ തന്നെ പി.എസ്.സി എക്സാംസിനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂഷനുകളുണ്ട്. അപ്പോൾ കുറേ പേര് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കും അതുപോലെ കൃത്യമായിട്ട് ബേസ് ഇല്ലാത്തവർക്കും എങ്ങനെയാണ് പി.എസ്.സി എക്സാമിന് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പി.എസ്.സി എക്സാംസ് എന്താണ്, എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് പി.വൈ.ക്യു ആണ്. എടാ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പി.വൈ.ക്യു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്നുള്ളത്. കാരണം ഈ പി.വൈ.ക്യു സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനൊക്കെ എവിടുന്ന് വന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ വേണം. ഇനി അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലെങ്കിൽ ഇവൻ ഇരിക്കുന്ന പോലെ എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും അതൊന്നും വേണ്ട. കുറച്ച് കാലങ്ങളായിട്ട് പി.എസ്.സി പഠിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി ആരംഭിക്കാൻ പോകുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബേസ് ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കണ്ടൻറ് നോളേജ് ആണ്. കണ്ടൻറ് നോളേജ് കിട്ടണമെങ്കിൽ കണ്ടൻറ് എവിടുന്ന് കിട്ടും? സിലബസ് നോക്കി കിട്ടും. സിലബസ് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സോ ക്ലാസ്സുകളോ ഗൈഡോ അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്ത് പഠിക്കണം. അതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കണ്ടൻറ്റുകളുള്ള ടോപ്പിക്കുകളുണ്ട്. ഇതൊക്കെ ഒറ്റയടിക്ക് വിഴുങ്ങാതെ മെല്ലെ മെല്ലെ പഠിക്കുക. അടുത്ത ടിപ്പാണ് ഡെയിലി മാത്സും ഇംഗ്ലീഷും മലയാളം, ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കും വർക്കൗട്ട് ചെയ്യുക. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുന്ന 90% എക്സാമുകൾക്കും ഈ പറഞ്ഞ ടോപ്പിക്കുകൾ ഉപകാരപ്പെടും. അതിൻ്റെ കൂട്ടത്തിൽ ഡെയിലി 5 കറണ്ട് അഫെയർ എങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഇനി ടിപ്പ് നമ്പർ 3, പി.വൈ.ക്യു. ഡെയിലി പി.വൈ.ക്യു. ഞാനൊരു സത്യം പറയാം, ഈ റാങ്ക് മേക്കേഴ്സൊക്കെ മെയിൻലി ഫോളോ ചെയ്യുന്ന ഒരു ഡെയിലി റുട്ടീനാണ് പി.വൈ.ക്യുകൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റാങ്ക് വേണമെങ്കിൽ, ജോലി വേണമെങ്കിൽ പി.വൈ.ക്യും കൂടി നിങ്ങളുടെ പഠനത്തെ ഉൾപ്പെടുത്തണം. അടുത്തൊരു മെയിൻ ടിപ്പാണ് ടെക്സ്റ്റ് ബുക്സ്. ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുമ്പോൾ 5th മുതൽ 10th വരെ എന്ന് നമുക്ക് പറയാമെങ്കിലും ശരിക്കും പറഞ്ഞാൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മിനിമം 5th മുതൽ 10th വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുക. അത് പുതിയ SCERT നോക്കിയ ശേഷം പഴയത് നോക്കുക. കാരണം ടെക്സ്റ്റ് ബുക്സ് എന്നുള്ള ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ എക്സാംസിനൊക്കെ വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്സിനെ പറ്റിയിട്ടുള്ള ധാരണ എന്തായാലും വേണം. ഇനി 5ാമത്തെ ടിപ്പാണ് പ്രിപ്പയർ നോട്ട്സ് ആൻഡ് റിവിഷൻ. ഞാൻ ഈ പറഞ്ഞ 4 ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് ഈ 5ാമത്തെ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർന്നെന്ന് കൂട്ടിയാൽ മതി. ഡെയിലി നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഓർമ്മയിലുണ്ടാവും. അതുപോലെ തന്നെ ഡെയിലി റിവിഷനും പിന്നെ ആ ആഴ്ച തന്നെ അത് മൊത്തം റിവൈസ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടിപ്സ്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം പറയാം. 6 മാസം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ 2027 കഴിയുന്നത് നിങ്ങൾ നല്ലൊരു റാങ്ക് വാങ്ങിയിട്ടായിരിക്കും.